എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നത് ദൈവത്തിന് നന്ദി പറയാം. എന്താടാ ബക്രു, നീ വന്നേ. ഇപ്പൊ കുളിച്ചതാ കുഞ്ഞ്. നല്ല എന്തോന്ന് പഠിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം പഠിക്കാൻ പറഞ്ഞോണ്ടേ പഠിച്ചോ വന്നിട്ട് സാധാരണ ഇന്നും വന്ന് ഒരു 5-10 മിനിറ്റൊക്കെ മൊബൈലിൽ ഇരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു 24 എക്സാം അല്ലേ. ഞാൻ എന്നിട്ട് പറഞ്ഞ് പഠിക്കും മമ്മി വീഡിയോ എഡിറ്റ് ചെയ്തു. കുറച്ച് നേരം പഠിച്ചിട്ട് പിന്നെ എൻ്റെ പഠിച്ചെന്നും പറഞ്ഞ് കൊണ്ടുവന്നു. ചോദിച്ചോണ്ടേ കുറച്ചൊക്കെ പറഞ്ഞു, കുറച്ച് പറഞ്ഞില്ല. പോയി പഠിയടാ എന്നും പറഞ്ഞ് അച്ചാച്ചൻ ചോദിക്കുന്നതാണ് നല്ലത്, മമ്മി ചോദിക്കേണ്ടത്. ഞാനെന്ന് പറയുന്നത് അവൻ എൻ്റെ അടുത്ത് പറയും മമ്മി സ്റ്റാർട്ടിങ് പറ. ഞാൻ പറയാം എക്സാമിന് ആരെങ്കിലും വന്ന് സ്റ്റാർട്ടിങ് പറഞ്ഞു തരുമോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അത്രയും കടുംപിടുത്തം പിടിച്ച് ഇങ്ങനെ ഇരിക്കുക, എല്ലാം കറക്റ്റ് പറയണമെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാ പോയി കുളിയടാ. ഞാൻ പഠിക്കുന്നത്, ഞാൻ പോയി കുളിക്കാമെന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് പോയി. ഞാൻ ചിന്തിച്ച് ചുമ്മാതായിരിക്കുമെന്ന്. ഇപ്പം പണി ഒരു 7:45 മഴയും പെയ്യുന്നുണ്ട്. ഇവൻ പോയി സാധാ വെള്ളത്തിൽ ഒരു കൂവക്കം കേട്ട് പിന്നെ ഞാൻ പോയി വെള്ളം ചൂടാക്കി ഞാൻ തന്നെ പെട്ടെന്ന് കുളിപ്പിച്ചിറക്കി. ഇങ്ങോട്ടൊന്നേ ഒരു കാര്യം പറയാനതാണ്ട. ഒരാൾ ചോദിച്ചായിരുന്നു പ്രൈസമ്മോൻ്റെ മുഖത്ത് എന്തോ പറ്റിയെന്ന്. ഇങ്ങോട്ടൊന്നേ, അമ്മ പറയുന്നത് അനുസരിക്കണം. വാ പ്രൈസൻ, മൊബൈലിങ്ങ. തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. ഊന്ന് വെച്ചോ നീ. അവിടെ നീ അത് ഓണാക്കി വെച്ചിട്ട് എന്തിനാന്നേ. ബാക്കി പോയി പഠിച്ചോ. ഇനിയും എളുപ്പം പഠിക്കും. ഇവനൊന്നും മെനക്കെട്ടാ പെട്ടെന്ന് പഠിക്കും, പക്ഷെ മെനക്കെടത്തില്ല. പ്രീസൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടില്ലേ. അപ്പോഴേ ഇന്നലത്തെ വീഡിയോയിൽ ഇൻട്രോയിൽ ഒരു 1-2 മിനിറ്റൊക്കെ മ്യൂസിക് ഉണ്ട്. അത് എന്തോ പറ്റിയെന്നോ. ഞാൻ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് എല്ലാം കേട്ടിട്ട് പിന്നെ ആദ്യം ഉള്ള കുറച്ച് എനിക്കൊന്ന് ഇച്ചിരി ഒന്ന് ഞാൻ ഡിലേറ്റ് ചെയ്ത്. കാരണം ഞാൻ ഷോർട്ട് ഇങ്ങനെ ഇട്ടിട്ട വീഡിയോ ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ എന്നാൽ ചിന്തിച്ച് അത്രയും വേണ്ട, എന്നാൽ കുറച്ചിടാന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തപ്പോൾ മറ്റേ ഇടം അങ്ങോട്ട് മുന്നോട്ടുള്ളത് ഇത്രയും കൂടെ ഇതായിപ്പോയി. അങ്ങനെ മ്യൂസിക്കായിപ്പോയി. പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീഡിയോ ഇട്ടിട്ട് പിന്നെ പറ്റത്തില്ല. അത് ഡിലേറ്റ് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി 300 പുറത്ത് ആൾക്കാർ കണ്ട്. പിന്നെ നമ്മൾ ഡിലേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇടുകയാണെങ്കിൽ യൂട്യൂബ് അതനുസരിച്ച് നമുക്കതിൻ്റെ വാല്യൂ തരത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു ഭയങ്കര സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. അതെന്തോന്ന് സങ്കടം. വെൻസി എന്നോട് ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ ഈ ചക്കയുടെ കാര്യം പറയുമ്പോൾ അവിടുത്തെ ആ പുതിയ അണ്ണ അവൾക്ക് ഒരു വിഷമം തോന്നിയിട്ട് ഇപ്പം ചക്ക എല്ലായിടും ഒക്കെ തീർന്നവർ അവിടെ. അപ്പോൾ അവൾ ഒരിടത്ത് ചക്ക പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഉണ്ടൻ ചക്ക, ചിലതൊക്കെ ഇല്ല നീളമുള്ള ചക്കയില്ലേ. അപ്പോൾ അവൾ എന്നോട് ഈ റേച്ചാനും പെട്ടെന്നല്ല ഈ നാട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചത്. അതിനുമ്പിട്ട് റേച്ചാൻ പോന്നതിൻ്റെ വെള്ളിയാഴ്ച റേച്ചാൻ പോയേ. അവൾ ചൊവ്വാഴ്ച ബുധനാഴ്ച എനിക്ക് ഫോൺ ചെയ്ത്, അല്ല ഞാൻ തന്നെ അങ്ങോട്ട് ഫോൺ ചെയ്ത്. അപ്പോൾ അവളൊന്ന് എന്നോട് ചോദിച്ചോളെ നീ പറഞ്ഞ സാധനങ്ങൾ ഇത്രയൊക്കെ ഇല്ലയോ എന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പം ഞാൻ റെഡി ഇങ്ങനെ ഞാൻ അന്നേരം ഉടനെ വിളിച്ചിട്ട് പറഞ്ഞെടി ഞാൻ നിന്നോട് ഇച്ചിരി ബേക്കറി സാധനങ്ങളും പറഞ്ഞില്ലേ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എടി കേക്ക് കൊടുക്കാൻ. ഞാൻ റെഡി എന്നാൽ കേക്ക് വേണ്ട, ഈ കൊറിയറിലൊക്കെ അമിങ്ങി വരുമ്പം ചിലപ്പോൾ അങ്ങ് പൊടിഞ്ഞു പോകത്തില്ലേ, അതുകൊണ്ട് റേച്ച നാട്ടിൽ പോകുന്നുണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴവൾ പറഞ്ഞു അയ്യോ നേരം ജ്യൂസ് സാധനങ്ങൾ വാങ്ങിയാൽ ബേക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾക്ക് പിറ്റേ ദിവസം സാധനങ്ങൾ അയക്കാമെന്നും പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പോഴേലും ഞാൻ പറയാം ഇങ്ങനെ പോകുന്നുള്ളത്. അപ്പോൾ അന്നേരം അവൾ ചിന്തിച്ചെന്ന സാധനങ്ങൾ റേച്ചാൻ്റെ കയ്യിൽ ഇപ്പം ഒരു ദിവസം കൊണ്ട് കിട്ടുമല്ലേ ഫ്ലൈറ്റിൽ വരുമ്പം, റേച്ചാൻ്റെ കൊടുത്തു വിടാമെന്ന് ചിന്തിച്ചു. എന്നാൽ ബാക്കി ഉള്ള സാധനങ്ങൾ റേച്ചാൻ വാങ്ങിച്ചാൽ മതിയല്ലോ വെയിറ്റിൻ്റെ അതനുസരിച്ച്. അപ്പം ഇവളെന്നോട് ചക്കയുടെ കാര്യം അന്ന് പറഞ്ഞില്ലായിരുന്നു, പക്ഷേ ഇന്നലെ അവൾ പറഞ്ഞു ഉച്ചോളെ ഒരു കാര്യം ചെയ്യും, റേച്ചാൻ്റെ സാധനങ്ങൾ ഈ സാധനങ്ങളൂടെ വെയിറ്റ് കൂടുകയാണെങ്കിൽ ഞാനൊരു കൊച്ചു ചക്ക അടുത്ത് പറഞ്ഞിട്ടുണ്ടെടി, അതെന്താ അങ്ങ് റേച്ചാൻ കൊണ്ടിരട്ടെന്ന്. അയ്യോ ചക്കയെന്ന് കേട്ടതല്ല, ഞാനത് ഇവിടെ അങ്ങ് പറയുകയും ചെയ്ത്. അപ്പം ഇന്ന് രാവിലെ അവൾ എന്നെ വിളിച്ച് പറയുക, എടി കൊച്ചുമോളെ ഇത്രയും വിഷമമില്ലടി, ആ വീട്ടിലെ അച്ഛനും അവരുടെ മക്കളും ഗൾഫിൽ നിന്ന് എങ്ങാണ്ട് വരും. അപ്പോൾ ചക്ക 4 ചക്ക എങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഒന്ന് ഞങ്ങൾക്കും ബാക്കി അവർക്കും. പക്ഷേ ഇന്നലെ അതങ്ങ് പഴുത്തു. അപ്പോൾ അവൾ റേച്ച ഇനിയും
നാളെ അല്ലാതിരിക്കത്തുള്ളൂ. അപ്പം അതിൻ്റെ അകത്തൂടെ ഇരുന്ന് അവിഞ്ഞൊക്കെ എന്തോ ആവും, അവക്കങ്ങ് ആകെ വിഷമം. ഞാൻ പറഞ്ഞിട്ട് ഞാനിവിടെ പറയും. അവൾ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത്, പിന്നെ റീച്ചാൻ വരുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ എത്തുമല്ലോ. മറ്റേത് അവൾ ചക്ക അയക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. 7 ദിവസം കൊണ്ട് ഇങ്ങനെ അന്നേ അയക്കാമായിരുന്നെങ്കിൽ ഇപ്പം ഇനി കിട്ടിയാലേ. എന്നാലും അത് ചിലപ്പോൾ അത്രയും ദിവസം ഇരുന്ന് അതങ്ങ് അവിഞ്ഞ് പഴുക്കാനും മതിയായിരുന്നു. അത്രയ്ക്ക് നിവർത്തിയോടും കൊണ്ട് പാവം അവള്. അതാ പറയുന്നത്, ചിലർക്ക് നമുക്ക് ഈ വിധിച്ചിട്ടുള്ളത് കിട്ടും അല്ലെങ്കിൽ കിട്ടത്തില്ലെന്ന്. അങ്ങനെ ചക്ക നമ്മുടെ ക്യാൻസലായിപ്പോയി. വലിയാർത്തി സന്തോഷിച്ചിരുന്ന പിള്ളേരും. അങ്ങനെ ഒരു സംഭവം. ഞാൻ റീച്ചാനെന്ന് പറഞ്ഞു ചക്ക ഇല്ല, റീച്ചാൻ ചക്കയും മക്കയൊന്നും കുഴപ്പമില്ല, പക്ഷെ നമുക്കല്ലേ ഒരു ഇത്. അപ്പം പിന്നെ എന്തായിരുന്നു, പിന്നെ എന്താ കണ്ട് ആരാണ്ട് അന്നേരം ഒരു കമൻസ്, ഇങ്ങനെ തരാനൊരു സഹോദരി ഉണ്ടല്ലേ, ചിലർ സാധനങ്ങളുടെ വില നോക്കും. ശരിയാ, സ്വന്തം സഹോദരങ്ങളാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാത്തവരുണ്ട്, ബന്ധുക്കളാണേലും. ഒരാൾ നന്നാവുന്നത് ഒരാൾക്ക് ഇഷ്ടമാവത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല. കാരണം നമ്മളൊക്കെ ഒരാൾ എങ്ങനെയും ജീവിച്ചവർ നന്നാവുകയാണെങ്കിൽ കുശുമ്പുള്ളവരുണ്ട്. ഇപ്പം നമ്മളിൽ തന്നെ എത്രയോ പലരും പല സ്വഭാവക്കാരില്ലേ. അപ്പം ഇവിടെ ഞങ്ങളുടെ സഹോദരങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൊടുക്കുകയും എല്ലാം ചെയ്യുന്നവരാണ്. നമ്മൾ പൈസയുടെ കാര്യം കൊണ്ട് നോക്കത്തില്ല. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. സ്വന്തം സഹോദരങ്ങളിൽ തന്നെ കുശുമ്പും കുന്നായ്മയും ഉള്ളവരുണ്ട്. ഒരാൾ നന്നാവുന്ന ഒരാൾ നന്നാവത്തില്ല. ചിലപ്പം സഹോദരങ്ങളെല്ലാം നല്ല സ്നേഹത്തിൽ ജീവിച്ചവർ ആയിരിക്കും, ആണാന്നേലും പെണ്ണാന്നേലും. പക്ഷേ അവരുടെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ ഒരു ആങ്ങളയാണെങ്കിൽ അല്ലെങ്കിൽ പെങ്ങളാണെങ്കിൽ വരുന്ന പെണ്ണുങ്ങൾ, ഒരു വീട്ടിൽ വരുന്ന പെണ്ണുങ്ങൾ തമ്മിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലെങ്കിൽ അവിടെ ആ വീട്ടിലുള്ള മോൻ്റെ സ്വഭാവം നല്ലതായിരിക്കും. പക്ഷെ വന്നു കയറുന്ന പെണ്ണ് മീൻസ് അവർ ഇപ്പോൾ ഒരു ചേട്ടനും അനിയനും ഉണ്ടെന്ന് വെച്ച ഒരു വീട്ടിൽ, അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലും സ്നേഹത്തിലും കഴിഞ്ഞവരാ. പക്ഷെ കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുന്നം ധരിപ്പിച്ച അവരുടെ സ്നേഹം പോയി. ഒന്നും ശാശ്വതമല്ല. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട്. ഇന്നലത്തെ ചിക്കൻ റോസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കണേ, നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഒരു കമൻറ്റ് വന്നു, ചേച്ചി ഓൺലൈനിൽ പൊറോട്ട കിട്ടി മലബാർ. അതെനിക്കറിയാം. ഈ മലബാർ പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മളത് ഹാഫ് കുക്ക് ചെയ്ത് വരുന്നതല്ലേ, നമ്മൾ പിന്നെ അത് ചൂടാക്കി എന്നിട്ട് ഇങ്ങനെ അടിച്ചടിച്ചെടുക്കുന്നേ. അത് ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ വാങ്ങിച്ച ഉടനെ ആദ്യം ഒരു പ്രാവശ്യമാണെങ്കിൽ പോട്ടെന്ന് പറയാം, അടുപ്പിച്ചല്ല 2 പ്രാവശ്യം നമുക്കത് എടുത്തുടനെ ഇത്തിരി സ്മെല്ല് പോലൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ അതങ്ങ് മടുത്തു. അതുപോലെ ഈ ഹാഫ് ബോയിൽ ചെയ്ത ചപ്പാത്തിയും ഇടയ്ക്ക് വരുമായിരുന്നു. അതും ഞങ്ങളിങ്ങനെ അതും ഇതുപോലെ പ്രശ്നമായി, പിന്നെ വാങ്ങിക്കത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്നവരുടെ നിന്ന് വാങ്ങിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ദിവസം അഖിൽ പറഞ്ഞു, ചേച്ചിക്ക് ചപ്പാത്തി ചോറും എല്ലാം ഉണ്ട്. ഇല്ല മോനെ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറില്ല. ചപ്പാത്തി 1-2 പേർക്കായിരുന്നു, ഒരു 10 ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു 10-20 ചപ്പാത്തിയൊക്കെ എനിക്ക് അതിന് മുമ്പേ ഉണ്ടാക്കുമായിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടാക്കത്തുള്ളായിരുന്നു, വെളിയിൽ നിന്ന് അങ്ങനെ വാങ്ങിയില്ലായിരുന്നു. ഈ വീണെ പിന്നെ ഈ നടുവിൻ്റെ പ്രയാസമായ പിന്നെ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാനെവിടെ റെസ്റ്റ് എടുക്കുന്നത്, നിങ്ങൾ കാണുന്നുണ്ടല്ലേ. അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ പ്രയാസമുണ്ട് നടുവിന്. ഡോക്ടർമാർ പറയുന്നതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കേൾക്കണം. ഇങ്ങനെ കുറച്ച് നേരം ഒത്തിരി ഇരിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കഴിവതും ഞാനിങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടൊക്കെ വേദനയുണ്ട് അതിന്. പിന്നീട് എന്താ, ഇതെന്ന് പറയുന്ന ഒരു വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ആൻറ്റിയാണ്. നല്ല നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് പോലെ ഒരു പ്രത്യേക ടേസ്റ്റ് അവരുടെ. അത് നല്ല സോഫ്റ്റ്, പിറ്റേ ദിവസം ആയാലും അത് സോഫ്റ്റായിട്ടിരിക്കും. എത്ര ആണെങ്കിലും ഞാനിതുണ്ടാക്കിയാലും എനിക്ക് അത്രയും പറ്റത്തില്ല. അവരൊക്കെ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കി അങ്ങ് ശീലമായി. ഓക്കെ, അവൻ പഠിക്കുന്നില്ല, അവൻ മൊബൈലും കൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു. ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. എടാ പ്രൈസോ, ഇന്ന് രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ഒരു പരീക്ഷണമായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ചോളപ്പൊടി എടുത്തിട്ടുണ്ട്. ചോളപ്പൊടി നമ്മൾ അന്ന് റവയും കൊണ്ട് ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അന്ന് നമ്മൾ റവ ചൂടുവെള്ളത്തിലല്ലായിരുന്നു കുഴച്ചത്. ഇത് ഞാൻ ചൂടുവെള്ളത്തിലൊന്നുമല്ല കുഴച്ചത്, സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ. അങ്ങനെ കുഴച്ചായിരുന്നേലും നല്ലതായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ചിന്തിച്ച എന്തുവാ,
പിന്നെ നമ്മളൊന്നുകൂടെ ഇത് സ്റ്റീം കയറ്റുന്നുണ്ടല്ലേ, അതുകൊണ്ട് ഇതുപോലെ അങ്ങ് ചെയ്യാമെന്ന് വെച്ച്. അപ്പം ഞാൻ അതുപോലെ കുഴച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കയ്യിലൊക്കെ ഇച്ചിരി എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആ ചോളപ്പൊടി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഞാൻ ഇച്ചിരി ഞാൻ മധുരം ഇത്തിരി അങ്ങ് കുറച്ച് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ കുറച്ചതാണ്. പക്ഷേ കുറച്ചുകൂടെ ശർക്കര വേണം. പക്ഷേ ശർക്കരയും കുറച്ചുകൂടെ തേങ്ങയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. കാരണം ഈ ചോളത്തിനൊരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലേ, ആ ടേസ്റ്റ് വ്യത്യാസം ഈ മധുരവും ഇതുമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ മനസ്സിലാവും. പക്ഷേ കൊച്ചുങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. അത് ഇത്തിരി ഇതുപോലൊക്കെ ലാസ്റ്റിൽ ഇത്തിരി ഇതുള്ളത് അതാണ് അവർക്ക് എടുത്തിട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ കുറേയും കൂടെ തേങ്ങയും ഈ ശർക്കരയും കൂടെ ഇട്ടായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ല, ശർക്കരയ്ക്ക് പകരം വേണേൽ പഞ്ചസാരയും ചേർക്കാം. ഞാൻ ഇതുപോലെ ഇച്ചിരി ഒരുക്കിയിട്ട് ഇതുപോലെ, എന്നിട്ട് കുറച്ചുകൂടെ ശർക്കര ഇങ്ങനെയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട്, പക്ഷേ അത് വെള്ള ശർക്കരയാണ്, നല്ല കളറുള്ള ശർക്കര ആണെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. ഇത് വെളുത്ത ശർക്കരയായിരുന്നു. പക്ഷേ ഈ ശർക്കരയിലൊന്നും മണ്ണും കല്ലും ഇല്ലാത്തതായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഈ ബോൾസുകൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിക്കാനെടുക്കാം. വേണമെങ്കിൽ ലൂസാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി പാലൊക്കെ ഒഴിച്ച് പായസം പോലെ കുടിക്കാം, നല്ലതാണ്. അപ്പോൾ റേച്ചാൻ ഇഷ്ടപ്പെട്ടത് റവയും കൊണ്ടുള്ളത്. കാരണം ഇത് ഇച്ചിരി ആ റവയുടെ അത്ര ഒരു സോഫ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല, നല്ലതായിരുന്നു കഴിക്കാൻ. രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ തുണികളൊക്കെ കഴുകാറുണ്ടായിരുന്നു. രാവിലെ ഇപ്പം അങ്ങ് തുണിയിട്ട് അങ്ങ് വിരിക്കും, അപ്പം പിന്നെ കിടന്ന് ഉണങ്ങിക്കോളുമല്ലേ. അങ്ങനെ തുണിയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ. എന്നിട്ട് സാമ്പാറാണ് വെക്കുന്നത്. അപ്പം ഞാൻ കുക്കറിൽ തന്നെ കുക്കറിൻ്റെ അടിയിൽ പുളിവെള്ളവും ആ മസാലപ്പൊടികളും എല്ലാം അതിന് ശേഷമാണ് ഞാൻ പിന്നെ വെജിറ്റബിൾസ് ഇട്ടത്. വെജിറ്റബിൾസൊക്കെ ഇത്തിരി കുറവായിരുന്നു, ഉള്ളതൊക്കെ എടുത്തിട്ട് ഒരു നാട്ടിലൊക്കെ ആണെങ്കിൽ ഓമയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓമയ്ക്കാന്നാണ് പറയുന്നത്, ചിലർ പപ്പായ അങ്ങനെ പറയാം. അതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ടാൽ നല്ലൊരു സാമ്പാറാവും. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഓമയ്ക്ക മാത്രം കറിയൊക്കെ വെക്കും, നല്ല ടേസ്റ്റാണ്. അപ്പം സാമ്പാർ അടപ്പത്ത് വെച്ചിട്ട് പിന്നെ അങ്ങ് തുണികൾ വിരിക്കാമെന്ന് വെച്ച്. വെജിറ്റബിൾസ് എല്ലാം തീർന്നിരിക്കുക. ഇതിപ്പം റേച്ചാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പിട്ട് എടുത്ത വീഡിയോ. അപ്പം അന്ന് രാത്രിയിലായിരുന്നു റേച്ചാൻ പോകുന്നത്. പിന്നെ റേച്ചാൻ വൈകിട്ട് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം നോക്കിയോണ്ടേ ഒരു ഇച്ചിരി ക്യാരറ്റും ഇച്ചിരി ബീൻസും ഉണ്ടായിരുന്നു. അതത്രേ അരിഞ്ഞ് ഒരു സവാളയൊക്കെ, വലിയൊരു സവാളയൊക്കെ അരിഞ്ഞ് ഇത്തിരി തേങ്ങയും, പക്ഷേ അത് ഇച്ചിരിയായിട്ട് ഇങ്ങനെ രണ്ടും കൂടെ തോരൻ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറിവേപ്പിലയൊക്കെ ഞാനൊന്ന് മുറിച്ചിടുന്നുണ്ട്. ആ കറിവേപ്പില താണ്ട് അങ്ങനെ അല്ലാതെ ഞാൻ ഇത്രയും നാളും തണ്ടോടുകൂടി വെച്ചോണ്ടേ അതിനേക്കായി ഫ്രഷായിട്ട് എനിക്ക് ഇങ്ങനെ ഇതളാക്കി ഇങ്ങനെ ബോട്ടിലിട്ട് വെച്ചോണ്ടേ ആവുന്നുണ്ട്. അഥവാ ബോട്ടിലിൽ വെള്ളമായി മുകളിൽ ഈർപ്പം വരുന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ചാൽ മതി, അപ്പം വെള്ളം അങ്ങോട്ടൊന്നും ഈർപ്പം ആവത്തില്ല. അപ്പോൾ ഈ ക്യാരറ്റും ബീൻസും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തോരൻ വയ്ക്കാമെന്ന് വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി. അതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ സാമ്പാർ ഇച്ചിരി വേവണമല്ലേ, അതിലേക്ക് പിന്നെ കടുകൂടെ വറുത്ത് ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി. ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താണ്ട കപ്പ് എന്തിനാണെന്ന് വെച്ചേക്കുന്നത്, അതിൻ്റെ പിടിയുണ്ടല്ലേ, അങ്ങനെ സപ്പോർട്ടാക്കി വെച്ചില്ലെങ്കിൽ ചരിഞ്ഞു പോവും, അപ്പോൾ എണ്ണയെല്ലാം കൂടെ ഒഴുകിപ്പോവും. അതുകൊണ്ട് അതൊന്ന് സപ്പോർട്ടിന് വേണ്ടിയാണ് ഞാൻ കപ്പ അവിടെ വെച്ചേക്കുന്നത്. അതുപോലെ ഇവിടുത്തെ സാമ്പാറും ഈ പിള്ളേർ കഷ്ണങ്ങൾ വെജിറ്റബിൾസ് കഴിക്കാത്തതുകൊണ്ട് ഞാനങ്ങ് നന്നായിട്ടങ്ങ് വേവിക്കും. അതുകൊണ്ടാണ് സാമ്പാർ അങ്ങനെ ഇരിക്കുന്നത്. ഇതിനകത്ത് ഇച്ചിരി കായപ്പൊടി ഇപ്പോഴാണ് ചേർക്കുന്നത്, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ആ സാമ്പാറിനൊരു പ്രത്യേക ഒരു കളർ കിട്ടും. സാമ്പാർ റെഡി. ഇനി തോരൻ വയ്ക്കട്ടെ. തോരൻ വയ്ക്കാനായിട്ട് ചട്ടി വെച്ച് നമ്മൾ സാധാ തോരൻ വെക്കുന്ന പോലെ എണ്ണയൊഴിച്ച് കടുക് ഇട്ടിട്ട് ഈ തോരനിട്ടിട്ട് ഇപ്പോൾ ഒരു ഇച്ചിരി ഞാൻ ആ പാത്രത്തിൽ ഇങ്ങനെ ഇതൊക്കെ പറ്റിയിരിക്കുന്നതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച്, അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ അങ്ങ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ ആകുമ്പോൾ ഇച്ചിരി വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ ക്യാരറ്റും, അതുകൊണ്ട് ഞാൻ അല്ലാതെ തീ കുറച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഹൈ ഫ്ലെയിമിൽ ആ നടുക്കൂന്ന് വെള്ളം വറ്റുന്നിടം വരെ ഞാൻ അതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഇളക്കി അത് പെട്ടെന്ന് അത് വേവും. അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം എനിക്ക് പ്രീസമ്മോനെ വിളിക്കാൻ പോകണമായിരുന്നു. വിളിക്കാൻ പോകുമ്പോൾ നല്ല മഴയാണ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകണേ എൻ്റെ കുടയും കൊണ്ടാണ് പോയത്, അവനും കുടയും കൊണ്ടാണ് ഞാൻ പോയത്. വലിയ മഴയാണെങ്കിൽ കുട നോക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ കുട എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കൊണ്ടുപോയ കുട അവന് കൊടുത്ത്. എന്ന് രണ്ടും കൂടെ നനയ്ക്കേണ്ട, പിന്നെ ഉണങ്ങാൻ പ്രയാസമല്ലേ,
വെളിയിലാണ് വെക്കുന്നത് കുറച്ച് നേരം. അപ്പം ഞാൻ തലയിൽ ഇങ്ങനെ തുണി ഇട്ടുകൊണ്ട് ഞാനിങ്ങ് വന്ന് അവൻ്റെ കുട എൻ്റെ കയ്യിലുണ്ട്. വലിയ മഴയായിരുന്നെങ്കിൽ ഞാൻ പിന്നെ അവൻ്റെ കുട കൊടുത്തേനെയായിരുന്നു. സാധനം ഓർഡർ ചെയ്ത് പച്ചരി, തൊമര, ഉരുളൻകിഴങ്ങ്, ഗ്രീൻ പീസ്, സവാള 40, ഇച്ചിരി എന്താ നമ്മുടെ പഞ്ഞിപ്പുല്ല്, ചെറിയ കംഫർട്ടേ വാങ്ങിച്ചുള്ളൂ, ബാക്കി ഡിമാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ വെച്ചു. ഇങ്ങനെയുള്ള 10 രൂപയുടെ ഉള്ളവരുടെ കയ്യിൽ, അല്ലാത്ത ഇല്ല. സൺറൈസ് കോഫി പൗഡർ ഞാനീ വാങ്ങിച്ചേക്കുന്ന ഇത് സൺറൈസ് 10ൻ്റെ 10 100 രൂപ. അരി കണി ചാവല വാങ്ങിച്ച ഈ ദോശയൊക്കെ ഉണ്ടാക്കാൻ, അതിന് 40 രൂപ കിലോ. പിന്നെന്തുവാ ഇത് കംഫർട്ട് 58, നമ്മുടെ ഇത് പഞ്ഞിപ്പുല്ല് 1/2 കിലോ 28 രൂപ, ഉള്ളി 2 കിലോ 80 രൂപ, ഉരുളൻകിഴങ്ങ് 1 കിലോ 45, പിന്നെ ഗ്രീൻ പീസ് 1/2 കിലോ 70 രൂപ. മാഗി വാങ്ങിച്ചായിരുന്നു. ഇത് അവർക്ക് ഈ ബ്രൗൺ കളറിലെ നമ്മുടെ ബിസ്ക്കറ്റ്, ബ്രൗൺ ബോർബോൺ. പിന്നെ തൊമരപ്പരിപ്പ് 190 രൂപ കിലോ. ഇതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ബില്ല് കൊണ്ടുവരും, വാട്സപ്പ് റീച്ചാൻ അയച്ചു കൊടുക്കും. അപ്പോൾ നേരത്തെയൊക്കെ ബാലൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം കൂടെ. ഈ കംഫർട്ട് സോപ്പ് പൊടിയൊക്കെ നമ്മൾ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇവിടുത്തേനൊക്കെ ഇച്ചിരിയൊക്കെ ഡിസ്കൗണ്ട് കാണും. അതുപോലെ ഞാൻ ഈ വാങ്ങിക്കുന്ന വിനെഗറൊക്കെ ഇവിടെ ആണെങ്കിൽ കടയിൽ ഉള്ളതിനേക്കായി ചിലപ്പം ഡിമാർട്ടിൽ 5 രൂപയൊക്കെ 6 ഒക്കെ അങ്ങനെ ഒരു ബോട്ടിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും ചില സമയങ്ങളിൽ. അപ്പം ഞാൻ ഈ തൊമരയുടെ സത്യം പറഞ്ഞാൽ ഞാൻ ഓർഡർ ഇങ്ങനെ കൊടുക്കത്തേ ഉള്ളൂ. ഞാൻ ഇതുവരെയും ബില്ല് നോക്കിയിട്ടില്ല. ബില്ല് ഇവരും കൊണ്ടു തരും നമ്മുടെ കയ്യിൽ. പിന്നെ അവിടെ നിന്ന് കടയിൽ നിന്ന് റേച്ചാൻ അങ്ങ് വാട്സപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പൈസ ഇങ്ങനെ കൊടുത്തൊരു പരിപാടിയില്ലല്ലേ. അതുകൊണ്ട് ഇന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തതാണ്. ഈ തൊമരയൊക്കെ ഒരു രണ്ട് വർഷത്തിന് മുമ്പിട്ടായിരിക്കാം 80 രൂപ 90 രൂപയൊക്കെ ആയിരുന്നു. ഈ കഴിഞ്ഞൊരു ഇടയിലും എനിക്ക് 110 120 രൂപയൊക്കെ. ഈ 190 അപ്പം ആയെന്ന് എനിക്കും തന്നെ അറിയത്തില്ല. ദൈവമേ, നമ്മൾ തീരുന്നതനുസരിച്ച് അങ്ങോട്ട് ഫോൺ എടുക്കുക, വിളിക്കുക. എത്ര രൂപയാണെന്നും ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഡിമാർട്ടിലൊക്കെ ഇതിലും വില കുറവായിരിക്കും, ആർക്കറിയാം. ഈ കൂടിയത് ഇനിയും കുറയുമോ? എൻ്റെ ദൈവമേ, മനുഷ്യരെന്തോ ചെയ്യും, സാധാ മനുഷ്യർ. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരൻ പറയുന്ന കേട്ട്, നാട്ടിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും നാട്ടിൽ അവർക്ക് അതനുസരിച്ച് പേയ്മെൻറ്റ് പൈസ സാലറി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ നാട് വിട്ട് അന്യദേശത്ത് പോകുന്നു. അതൊന്ന് മാറ്റിയിട്ട് ഇവിടെ തന്നെ അതുങ്ങൾക്ക് നല്ല സാലറി കൊടുത്ത് അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയോട് പറയുമായിരുന്നു, അവർക്ക് ജോലി കൊടുക്കണം. ഇവരിങ്ങനെ പഠിച്ചിട്ട് എല്ലാവരും വെളിയിൽ പോയല്ലേ. അപ്പനമ്മമാരെ നോക്കാൻ മക്കൾക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. പ്രായമായ അപ്പനമ്മയൊക്കെ ഇട്ടിട്ട് കാനഡയിലും അവിടെ എവിടെയും പോകുന്നത് എന്തിനാ? ഈ പൈസ കുറവ് ഇവിടെ നമ്മുടെ നാട്ടിൽ പൈസ ഇല്ല, പൈസയ്ക്ക് വേണ്ടിയല്ലേ. ഇപ്പോൾ ഈ അപ്പനെ അമ്മയൊക്കെ നോക്കാൻ ചിലപ്പോൾ ഒരു ഹോം നേഴ്സിനെ ആയിരിക്കും വെക്കുന്നത്. അത് ഇപ്പോൾ മക്കൾക്ക് അമ്മയും അപ്പനെ നോക്കണമെന്ന് കൂടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹം കാണും. പക്ഷേ നിവൃത്തിയോടുണ്ടല്ലേ പോകുന്നത്. അപ്പോൾ ഈ ഒരു മനുഷ്യരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നല്ല സാലറിയൊക്കെ ഇവിടെ കിട്ടണമെന്ന് ഞാൻ എപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അതാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണേലും പഠിച്ച് ഒരു നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിട്ട് അവർക്ക് അവരുടെ സ്വന്തം നാട്ടിൽ അതനുസരിച്ച് സാലറി ഇല്ലെങ്കിൽ പിന്നെന്തോ അതുകൊണ്ടല്ല ഈ അന്യനാടുകളിൽ പോയി അതുങ്ങൾ കഷ്ടപ്പെടുന്നത്, അപ്പനെയും അമ്മയും വിട്ടിട്ട് സഹോദരങ്ങളെയും വിട്ടിട്ടൊക്കെ പോകുന്നത്. ഞാൻ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ ബോട്ടിലുകളിൽ ഇട്ടിട്ട് ഈ കീടകൾ വരാതിരിക്കാൻ എനിക്കൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നെ ഈ വറ്റൽമുളക് ഇങ്ങനെ കുത്തി വയ്ക്കാൻ. ഇത് 40 രൂപ. ഇത് ഇങ്ങനെ ഓരോ പിടിയാണ്. ഒരു പിടി 10 രൂപ, അങ്ങനെ 4 പിടി 40 രൂപ. ഇത് 80 രൂപ. ഇത് 40 രൂപ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.